നമസ്കാരം, എല്ലാവർക്കും PSC സ്റ്റഡി നോട്ട്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC മുൻവർഷങ്ങളിൽ നടത്തിയ ജീവശാസ്ത്രവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. ഇതിന് മുന്നേ 2 വീഡിയോ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണുക. ഇത് പാർട്ട് 3 ആണ്. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ഏത്? കോർണി ബാക്ടീരിയം ഡിഫ്തീരിയ, ലെപ്റ്റോസ്പൈറ, മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്, അനോഫിലിസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനിക്ക് കാരണമായ ബാക്ടീരിയ ലെപ്റ്റോസ്പൈറ. എയ്ഡ്സ് രോഗം പകരുന്നത് എങ്ങനെ? സ്പർശനം, ഹസ്തദാനം എന്നിവയിലൂടെ, ഒരേ ശൗചാലയം ഉപയോഗിക്കുന്നതിലൂടെ, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ, കൊതുക്, ഈച്ച തുടങ്ങിയ പ്രാണികളിലൂടെ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, HIV ബാധിതരുമായുള്ള ലൈംഗിക ബന്ധത്തിലൂടെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചെറിയ മുറിവിൽ നിന്ന് പോലും അമിതമായ രക്തനഷ്ടമുണ്ടാകുന്ന ജനിതക രോഗാവസ്ഥ: ഹീമോഫീലിയ, അനീമിയ, ക്യാൻസർ, പ്രമേഹം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഹീമോഫീലിയ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ: പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നം: ഫാറ്റി ലിവർ, തിമിരം, മന്ത്, ശ്വാസകോശ ക്യാൻസർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ശ്വാസകോശ ക്യാൻസർ. പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നമാണ് ശ്വാസകോശ ക്യാൻസർ. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ: കോവാക്സിൻ, BCG വാക്സിൻ, പോളിയോ വാക്സിൻ, മീസിൽസ്, റുബെല്ല വാക്സിൻ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, BCG വാക്സിനാണ്. ക്ഷയരോഗബാധയെ തടയുന്നതിന് ഉപയോഗിക്കുന്ന വാക്സിൻ BCG വാക്സിനാണ്. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗം അല്ലാത്തത് ഏത്? 5-ാം പനി, TB, മലേറിയ, കുഷ്ഠം. താഴെ പറയുന്നവയിൽ വായുജന്യ രോഗമല്ലാത്തത് മലേറിയ ആണ്. 5-ാം പനി, TB, കുഷ്ഠമൊക്കെ വായുജന്യ രോഗങ്ങളാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഒരു കുടക്കീഴിൽ ഉറപ്പുവരുത്തുന്ന കേരള സംസ്ഥാന ആരോഗ്യ ഏജൻസിയുടെ പദ്ധതി ഏത്? കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, വിദ്യാകിരണം, ശ്രുതി തരംഗം, ആരോഗ്യകിരണം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ആരോഗ്യകിരണമാണ്. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള ഒരു പദ്ധതിയാണ് ആരോഗ്യകിരണം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആർദ്രം മിഷൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം, ജനസൗഹൃദ ഔട്ട് പേഷ്യൻ്റ് സേവനങ്ങൾ, PHSകളെ FHSകളാക്കി പുനർ എഞ്ചിനീയറിംഗ് ചെയ്യുക, ആരോഗ്യ സേവനങ്ങളുടെ സ്റ്റാൻഡർഡൈസേഷൻ. ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള ആരോഗ്യ ധനസഹായം. ഇത് ആർദ്രം മിഷനിൽ ഉൾപ്പെടാത്തതാണ്. ബാക്കിയെല്ലാം ആർദ്രം മിഷനുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തത്: കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? പ്രമേഹം, കുഷ്ഠം, ക്യാൻസർ, 5-ാം പനി. ഓപ്ഷൻ ബി ആണ് ശരി, കുഷ്ഠമാണ്. കേരള സർക്കാരിൻ്റെ അശ്വമേധം പദ്ധതി കുഷ്ഠരോഗവുമായി ബന്ധപ്പെട്ടതാണ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ്: AB രക്തഗ്രൂപ്പ്, B രക്തഗ്രൂപ്പ്, O രക്തഗ്രൂപ്പ്, A രക്തഗ്രൂപ്പ്. സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്നത് O രക്തഗ്രൂപ്പാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഏത്? പെരികാർഡിയം, C ആകൃതിയിലുള്ള തരുണാസ്ഥികൾ, ക്ലോമാപിതാനം, ഡയഫ്രം. ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശീഭിത്തി ഡയഫ്രമാണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ജീവകം എയും ജീവകം ബിയും, ജീവകം ബിയും സിയും, ജീവകം എയും കെയും, ജീവകം കെയും ഇയും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ജീവകം ബിയും സിയുമാണ്. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ജീവകം ബിയും സിയുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ഏത്? മന്ത്, ചിക്കൻ പോക്സ്, പോളിയോ, ടൈഫോയിഡ്. ഇതിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗം ടൈഫോയിഡാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടെത്തുക. അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന്, സോഡിയം എല്ലുകളുടെ രൂപീകരണത്തിന്, കാൽസ്യം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന്. അപ്പം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം ആണ് ശരി.
അയോഡിൻ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വളർച്ചയ്ക്ക്, ഇരുമ്പ് ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. മലമ്പനി രോഗം പരത്തുന്ന കൊതുക് ഏത്? അനോഫിലസ്, ഈഡിസ്, ക്യൂലെക്സ് ഇവയൊന്നുമല്ല. മലമ്പനി രോഗം പരത്തുന്നത് അനോഫിലസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ? അഡ്രിനാലിൻ, ഇൻസുലിൻ, ഗ്ലൂക്കഗോൺ, തൈറോക്സിൻ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ തോത് കുറയ്ക്കുന്ന ഹോർമോൺ ഇൻസുലിനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി ഏത്? സുകൃതം, ആശ്വാസകിരണം, മൃതസഞ്ജീവിനി, സ്വാന്തനം. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, മൃതസഞ്ജീവിനിയാണ്. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം, പ്രമേഹം, ഹെപ്പറ്റൈറ്റിസ്, ഗ്ലൂക്കോമ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അമിത രക്തസമ്മർദ്ദമാണ്. കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം പദ്ധതി ഏതു രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ്, പ്രമേഹം, ക്ഷയം, കുഷ്ഠരോഗം. ഓപ്ഷൻ ഡി ആണ് ശരി, കുഷ്ഠരോഗമാണ്. മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ ഏത്? വിറ്റാമിൻ കെ, വിറ്റാമിൻ ഡി, വിറ്റാമിൻ സി, വിറ്റാമിൻ എ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, വിറ്റാമിൻ കെ ആണ്. മനുഷ്യനിൽ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റാമിൻ കെ ആണ്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 7, ഒക്ടോബർ 7, നവംബർ 7, ഏപ്രിൽ 7. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഏപ്രിൽ 7 ആണ്. ലോക ആരോഗ്യ ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 7-നാണ്. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, എഡ്വേർഡ് വിൽസൺ ആണ്. ജൈവ വൈവിധ്യം എന്ന നാമം ജനകീയമാക്കിയ സാമൂഹ്യ ജീവശാസ്ത്രജ്ഞനാണ് എഡ്വേർഡ് വിൽസൺ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏത്? ഫീമർ, ഫിബുല, ഫ്യൂമറസ്, റേഡിയസ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഫീമർ ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഫീമർ. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു ഏത്? മൈക്കോപ്ലാസ്മ, മൈക്കോബാക്ടീരിയം, പ്ലാസ്മോഡിയം, റിട്രോവൈറസ്. മലേറിയ ഉണ്ടാക്കുന്ന രോഗാണു പ്ലാസ്മോഡിയമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഏത്? മനുഷ്യ രക്തഗ്രൂപ്പുകൾ, പയർ ചെടിയുടെ പൂവിൻ്റെ നിറം, മനുഷ്യ മൂക്കിൻ്റെ ആകൃതി, മനുഷ്യ ത്വക്കിൻ്റെ നിറം. താഴെ തന്നിരിക്കുന്നവയിൽ പോളിജനിക് പാരമ്പര്യത്തിന് ഉദാഹരണം ഓപ്ഷൻ ഡി ആണ്, മനുഷ്യ ത്വക്കിൻ്റെ നിറമാണ്.